എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളങ്ങളുടെ കോമ്പാക്റ്റബിലിറ്റിയെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മൾ വളങ്ങൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുമ്പോൾ ഒന്നിലധികം വളങ്ങൾ ചിലപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്കറിയില്ല, ഇങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത് ഗുണകരമാകാം, ചിലപ്പോൾ ദോഷകരമാകാം. അപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ലാതെ ആയിരിക്കും നമ്മൾ ഇങ്ങനെ വളങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യുന്നത്. അങ്ങനെ വളങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളങ്ങൾ കൃത്യമായിട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെടികൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ന്യൂട്രിയൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വളങ്ങൾ കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് നൽകിയാൽ മാത്രമേ ചെടികൾക്ക് അത് എഫിഷ്യൻ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ചേരാത്ത ചില വളങ്ങൾ നമ്മൾ ചേർത്ത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ന്യൂട്രിയൻസ് ലോക്കപ്പിന് കാരണമാകും. അതായത് രണ്ട് തരം വളങ്ങൾ നമ്മൾ മിക്സ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇവ തമ്മിൽ ചേർന്നിട്ട് അതൊരു മറ്റൊരു കോമ്പൗണ്ടായി മാറുകയും അത് ചെടികൾക്ക് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ വളങ്ങളുടെ കോമ്പാറ്റബിലിറ്റിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് ചിലവ് കുറയ്ക്കുവാൻ സഹായിക്കും. അനാവശ്യമായിട്ടുള്ള വളപ്രയോഗം ഒഴിവാക്കുവാൻ ഇത് ഉപകരിക്കും. അനാവശ്യമായിട്ടുള്ള വളപ്രയോഗം നമ്മൾ ഒഴിവാക്കുന്നതിലൂടെ പ്രകൃതിക്കും മണ്ണിനും അത് ഗുണപ്രദമായി മാറും. നമ്മൾ സാധാരണ വളങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ വളങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ഗുണകരമായിട്ടുള്ള രീതിയിലും ഇൻറ്ററാക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ദോഷകരമായിട്ടുള്ള രീതിയിലും ഇൻറ്ററാക്റ്റ് ചെയ്യും. ഇങ്ങനെ ഗുണകരമായിട്ടുള്ള രീതിയിൽ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ സിനർജിക് എഫക്റ്റ് എന്ന് പറയും. അതുപോലെ ദോഷകരമായ രീതിയിൽ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ ആൻറ്റഗോണിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയും. ഇതിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനർജിക് എഫക്റ്റിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നൈട്രജൻ വളങ്ങളും ഫോസ്ഫറസ് വളങ്ങളും കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചെടിയുടെ വളർച്ചയെ കൂട്ടും. അതൊരു ഗുണകരമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ ആയിരിക്കും. എന്നാൽ ചില വളങ്ങൾ മിക്സ് ചെയ്യുന്നത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും. ഉദാഹരണത്തിന്, നമ്മൾ ഫോസ്ഫറസ് കലർന്ന വളങ്ങളുടെ കൂട്ടത്തിൽ മൈക്രോ ന്യൂട്രിയൻസ് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫോസ്ഫറസ് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അപ്ടേക്കിനെ കുറയ്ക്കും. അപ്പോൾ അത് ദോഷകരമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷനായിട്ട് മാറും. ഇങ്ങനെയുള്ള ഇൻറ്ററാക്ഷൻസിനെയാണ് നമ്മൾ ആൻറ്റഗോണിസ്റ്റിക് ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് കോമൺ ആയിട്ടും വളങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴുണ്ടാകുന്ന കോമ്പാക്റ്റബിലിറ്റി ഇഷ്യൂസ് എന്ന് നോക്കാം. ആദ്യം തന്നെ pH ഉണ്ടാകുന്ന വ്യത്യാസം. ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ അമോണിയ കലർന്നിട്ടുള്ള വളങ്ങൾ, അതായത് നൈട്രജൻ വളങ്ങൾ, ഈ വളങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ലൈം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലൈം എന്ന് പറയുമ്പോൾ കാൽസ്യം കാർബണേറ്റ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ pH വളരെ താഴെയായിരിക്കും. ഇത് ഹൈലി ആൽക്കലൈൻ ആയിരിക്കും. അപ്പോൾ ഹൈലി അസിഡിക് ആയിട്ടുള്ള വളങ്ങളുടെ കൂടെ ഹൈലി ആൽക്കലൈൻ ആയിട്ടുള്ള വളങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഇംബാലൻസിന് കാരണമാകും. അപ്പോൾ ഈ രീതിയിൽ വളങ്ങൾ ഒരു കാരണവശാലും മിക്സ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ പ്രശ്നമാണ് ന്യൂട്രിയൻറ്റ് ഇംബാലൻസ്. ഈ ന്യൂട്രിയൻസ് ഇംബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ന്യൂട്രിയൻസ് അധികമാകുന്ന സമയത്ത് ഇത് അധികമാകുന്നതുകൊണ്ട് മറ്റു ന്യൂട്രിയൻസ് ചെടിക്ക് എടുക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നൈട്രജനും പൊട്ടാസ്യവും അധികമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ചെടിക്ക് കാൽസ്യം, മഗ്നീഷ്യം പോലുള്ള മൂലകങ്ങൾ ലഭിക്കാതെ വരുന്നൊരു സാഹചര്യമുണ്ടാകും. ഈ സാഹചര്യത്തെയാണ് നമ്മൾ ന്യൂട്രിയൻറ്റ് ഇൻബാലൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫിസിക്കൽ പ്രസിപ്പിറ്റേഷൻ. ഇപ്പോൾ നമ്മൾ രണ്ട് വളങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യുന്ന അവസരത്തിൽ ഈ രണ്ട് വളങ്ങളോട് ചേർന്നിട്ട് ഒരു ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആകുകയും ഈ കോമ്പൗണ്ട് ചെടികൾക്ക് ലഭ്യമല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. ഇതിന് ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ കാൽസ്യവും ഫോസ്ഫറസും ചേർന്ന വളങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ വളങ്ങളിലെ കാൽസ്യവും ഫോസ്ഫറസും ചേർന്നിട്ട് കാൽസ്യം ഫോസ്ഫേറ്റ് എന്നുള്ള ഒരു കോമ്പൗണ്ട് ആയി മാറും. അപ്പോൾ ഈ കോമ്പൗണ്ട് ഒരിക്കലും ചെടികൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ട് അല്ല. ചെടികൾക്ക് കാൽസ്യവും ഫോസ്ഫറസും അവൈലബിൾ അല്ലാത്ത ഒരു അവസ്ഥയുണ്ടാകും. അപ്പോൾ നമ്മൾ വളങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ വളങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ കൃത്യമായ അളവിൽ നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചെടിയുടെ വളർച്ചയെ വളരെയധികം ഗുണകരമായിട്ടുള്ള രീതിയിൽ സഹായിക്കും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫോസ്ഫറസ് വളങ്ങളുടെ കൂട്ടത്തിൽ നൈട്രജൻ വളങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചെടിയുടെ ഓവറോൾ വളർച്ചയെ സഹായിക്കും. ഈ ആൻറ്റഗോണിക്
എഫക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ വളങ്ങൾ മിക്സ് ചെയ്യാതിരിക്കുന്നത് നമ്മളുടെ ചിലവ് കുറയ്ക്കുവാനും അതുപോലെ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ കൃത്യമായിട്ട് ചെടികൾക്ക് ലഭിക്കുവാനും സഹായിക്കും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽസ്യം വളങ്ങളുടെ കൂടെ ഫോസ്ഫറസ് ചേർന്ന വളങ്ങൾ ചേർക്കുന്നത് ഈ രണ്ട് വളങ്ങളും ചെടികൾക്ക് ലഭ്യമല്ലാതെ വരും. അതുപോലെ ഫോസ്ഫറസ് വളങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് മിക്സ് ചെയ്യുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ചെടികൾക്ക് ലഭ്യമല്ലാത്ത അവസ്ഥയുണ്ടാക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വളങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് പറയാം. ആദ്യം നമ്മൾ വളങ്ങൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഏതൊക്കെ വളങ്ങളാണോ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെറിയൊരു അളവിലെടുത്ത് ചെറിയൊരു പാത്രത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് നോക്കുക. അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രസിപ്പിറ്റേഷൻസ് ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വളങ്ങൾ ദയവായി കൂട്ടി ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ വളപ്രയോഗത്തിന് മുന്നേ നമ്മൾ മണ്ണ് പരിശോധിക്കുന്നത് ഏറ്റവും ഗുണകരമാകും. കാര്യം മണ്ണിൽ ഏതൊക്കെ വളങ്ങളുടെയാണ് അളവ് കുറവ്, ഏതൊക്കെ വളങ്ങളാണ് കൂടുതലെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് കൃത്യമായ രീതിയിൽ വളപ്രയോഗം നടത്തുവാൻ ഉപകരിക്കും. അപ്പോൾ മണ്ണ് പരിശോധന എല്ലാ കൊല്ലങ്ങളിലും നിങ്ങൾ നടത്തുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ മണ്ണ് പരിശോധന നടത്തുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നല്ല ലാബുകൾ തിരഞ്ഞെടുക്കുക. നല്ല ലാബുകളിൽ നമ്മൾ മണ്ണ് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ. നമ്മുടെ മണ്ണ് പരിശോധനയുടെ റിസൾട്ട് കൃത്യത ഉള്ളതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന വളത്തിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം തെറ്റും. അങ്ങനെ നല്ല ലാബുകളിൽ നല്ല രീതിയിൽ മണ്ണ് കളക്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ അത് മണ്ണ് പരിശോധിക്കുവാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ പ്രാക്ടീസ്. അങ്ങനെ ഒരു സസ്റ്റൈനബിൾ ഫെർട്ടിലൈസർ പ്രാക്ടീസ് എല്ലാ കർഷകരും അവരവരുടെ തോട്ടങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഈ സസ്റ്റൈനബിൾ ഫെർട്ടിലൈസർ പ്രാക്ടീസസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാലൻസ്ഡ് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ. ബാലൻസ്ഡ് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ടുള്ള വളപ്രയോഗം കുറയ്ക്കുക. മണ്ണ് പരിശോധിച്ചതിന് ശേഷം ചെടിക്ക് ആവശ്യത്തിനുള്ള വളങ്ങൾ മാത്രം നൽകുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ പ്രാക്ടീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് ഇൻഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ സ്ലോ റിലീസ് ആയിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. നമ്മൾ പെട്ടെന്ന് ചെടികൾക്ക് ലഭിക്കുന്ന വളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ന്യൂട്രിയൻസ് നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമാകും. അതേസമയം സ്ലോ റിലീസ് ആയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ആവശ്യത്തിന് ചെറിയ അളവിൽ എപ്പോഴും വളങ്ങൾ ലഭിക്കുവാൻ അത് ഉപകരിക്കും. ചെടികൾക്ക് നമ്മൾ വളങ്ങൾ നൽകുന്ന സമയത്ത് ഈ വളങ്ങൾ നൽകുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ ചെറിയ അളവിൽ പല പ്രാവശ്യങ്ങളിലായിട്ട് കൂടുതൽ ഇടവേളകളിൽ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. അല്ലാതെ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് കൂടുതലും ന്യൂട്രിയൻസ് നഷ്ടമാകുവാനാണ് കാരണമാകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൃഷി സംബന്ധമായിട്ടുള്ള പുതുമയുള്ള വിഷയമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.